ബലൂചിസ്ഥാനിലെ സംഘർഷങ്ങൾ പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കപ്പെടുമെന്ന സംശയം വർദ്ധിച്ചുവരികയാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ 7 ജില്ലകൾ കലാപത്തിന്റെ വക്കിലാണ്. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് സമാനമായി ഈ ജില്ലകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയോ വിമോചന സമരം ആരംഭിക്കുകയോ ചെയ്തേക്കാമെന്നാണ് പാകിസ്ഥാൻ പാർലമെന്റ് അംഗം മൗലാന ഫസൽ റഹ്മാൻ മുന്നറിയിപ്പ് നൽകുന്നത്. 1940-കൾ മുതലുള്ള കലാപങ്ങളുടെ നീണ്ട ചരിത്രമുള്ള ബലൂചിസ്ഥാൻ പ്രവിശ്യ വിഘടനവാദ പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രമാണ്. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഈ പ്രദേശം പതിറ്റാണ്ടുകളായി അവിടുത്തുകാർ കൂടുതൽ സ്വയംഭരണവും വിഭവങ്ങളുടെ മേൽ നിയന്ത്രണവും ആവശ്യപ്പെടുന്നു. ഈ പരാതികൾ പരിഹരിക്കുന്നതിൽ പാകിസ്ഥാൻ സർക്കാർ പരാജയപ്പെടുന്നത് ബലൂച്ച് ജനതയിൽ കടുത്ത അമർഷത്തിന് കാരണമായി. ഖുറാം മേഖലയിൽ അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ ബലൂചിസ്ഥാനിലെ നിലവിലെ സ്ഥിതി അപകടകരമാണ്. സുന്നി ഷിയ സംഘർഷങ്ങൾ പതിറ്റാണ്ടുകളായി ഈ മേഖലയെ ബാധിച്ചിട്ടുണ്ട്. കൂടാതെ സമീപകാല ഏറ്റുമുട്ടലുകളിൽ 150-ലധികം പേർ മരിച്ചു. സംഘർഷത്തിൽ ഗോത്രവർഗക്കാരുടെ ഇടപെടൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി. ഇത് പ്രദേശവാസികളുടെ ജീവിതം ദുഷ്കരമാക്കിയെന്നാണ് റിപ്പോർട്ട്. മൗലാന ഫസൽ റഹ്മാന്റെ പരാമർശങ്ങൾ പാകിസ്ഥാനിലുടനീളം അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ നടപടിയെടുക്കാനുള്ള ആഹ്വാനമായി പലരും കാണുന്നു. പാകിസ്ഥാൻ സർക്കാർ സ്ഥിതിഗതികൾ ഗൗരവമായി വീക്ഷിക്കുകയാണ്. പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ കർശനമാക്കുന്ന വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. കലാപം അടിച്ചമർത്താൻ സൈനിക ശക്തി ഉപയോഗിക്കുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഇതിനെ തുടർന്ന് കൂടുതൽ ബലൂച്ച് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര സമൂഹവും ബലൂചിസ്ഥാനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയെ സ്ഥിതിഗതികൾ വിശദീകരിച്ചിട്ടുണ്ട്. നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷം പ്രാദേശിക സ്ഥിരതയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. പാകിസ്ഥാനുമായുള്ള ചരിത്രം കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ ഈ സാഹചര്യത്തിൽ അതീവ താൽപര്യം കാണിക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ സാഹചര്യം ക്ഷണികമായ ഒരു ടൈം ബോംബാണ്. മുഴുവൻ മേഖലയും അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയേറെയാണ്. ബലൂച്ച് ജനതയുടെ പരാതികൾ പരിഹരിക്കുന്നതിന് പാകിസ്ഥാൻ സർക്കാർ കൂടുതൽ സൂക്ഷ്മമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അവ സൈനിക ശക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാകരുത്. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാൻ സംഭാഷണവും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ മുൻകൈയെടുക്കേണ്ടത് അനിവാര്യമാണ്. ബലൂചിസ്ഥാൻ കലാപത്തിന്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കാം. ബലൂചിസ്ഥാനിലെ കലാപം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമല്ല. 1940-കൾ മുതലുള്ള വിഘടനവാദ പ്രസ്ഥാനങ്ങളുടെ നീണ്ട ചരിത്രമാണ് ഈ മേഖലയ്ക്കുള്ളത്. കലാപത്തിന് കാരണമായ ചില പ്രധാന സംഭവങ്ങൾ ഇതൊക്കെയാണ്. 1940-50 കാലത്താണ് ഖാന്റെ സഹോദരൻ പ്രിൻസ് അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ ബലൂചിസ്ഥാനിൽ ആദ്യത്തെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 1958-59 നവാബ് നൗറോസ് ഖാൻ രണ്ടാമത്തെ കലാപത്തിന് നേതൃത്വം നൽകി. ഒടുവിൽ പാകിസ്ഥാൻ സൈന്യം ആ കലാപത്തെ അടിച്ചമർത്തി. അതിനുശേഷം 1963-69 കാലത്ത് ഷേർ മുഹമ്മദ് ബിജ്റാനിമാരിയുടെ നേതൃത്വത്തിൽ മൂന്നാമത്തെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. 1969 വെടിനിർത്തൽ കരാർ വന്നതോടുകൂടി അതും അവസാനിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ 1973-77 കാലഘട്ടത്തിലാണ് ഖൈർബക്ഷ് മാരിയുടെ നേതൃത്വത്തിൽ നാലാമത്തെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇറാന്റെ സഹായത്തോടെയാണ് ഈ കലാപത്തെ പാകിസ്ഥാൻ സൈന്യം അടിച്ചമർത്തിയത്. 2004 മുതൽ ഇന്ന് വരെ പുതിയ തലമുറയിലെ ബലൂച്ച് വിഘടനവാദികളുടെ നേതൃത്വത്തിലാണ് നിലവിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് കലാപം കെട്ടടങ്ങാതെ തുടരുകയാണ്.